Uh, hi all. Perspective പ്രൊജക്ഷനിലെ അടുത്തൊരു ക്വസ്റ്റ്യനാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണത്. അത് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. A cube of 25 mm side is placed vertically with one of its edge on picture plane and top square end face touching at auxiliary ground plane at a height of 45 mm above the horizon plane. The vertical edge formed by the two adjacent square faces, which are inclined at 45 degree to picture plane, touches the PP. Draw the perspective view of the cube if SP is 70 mm in front of picture plane and lies in the center plane, which is 30 mm to the right of the center of the cube. Okay, ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാനുള്ള കാരണം എന്താണ് ഇതിലെ ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഇവിടെ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ പ്രീവിയസ്ലി ചെയ്ത രണ്ട് ക്വസ്റ്റ്യനിലാണെങ്കിൽ ഗ്രൗണ്ട് പ്ലെയിനിൽ ഒരു സോളിഡ് റെസ്റ്റ് ചെയ്യണ ക്വസ്റ്റ്യൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇതിൽ എന്താണ്, ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യണ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഗിവൺ ഡാറ്റാസ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഗിവൺ ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ, ഓഫ് കോഴ്സ് ക്യൂബിൻ്റെ സൈഡ് 25 mm ആണെന്ന് തന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, വൺ ഓഫ് ഇറ്റ്സ് എഡ്ജസ് ഓൺ പിക്ചർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6 സ്ക്വയർ ഫേസസ് ആണുള്ളത്. 25 mm സൈഡാണ്. എല്ലാ എഡ്ജസും 25 mm സൈഡ് ഡയമെൻഷനാണ് ഉണ്ടാവുക എന്നറിയാം. ഓക്കെ, അപ്പോൾ അതിൽ ഒരു എഡ്ജ് എങ്ങനെയാണ്, വെർട്ടിക്കൽ എഡ്ജാണ്, വെർട്ടിക്കലിയാണ് പ്ലേസ്ഡ് വെർട്ടിക്കലി വിത്ത് വൺ ഓഫ് ഇറ്റ്സ് എഡ്ജസ് ഓൺ ദ പിക്ചർ പ്ലെയിനിൽ തന്നെ ഒരു എഡ്ജ് എന്താണ് ടച്ച് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ടോപ്പ് സ്ക്വയർ ആൻഡ് ഫേസ്, 6 സ്ക്വയർ ഫേസസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന സ്ക്വയർ ഫേസ് എന്ന് പറയുന്നത് ടച്ചിങ് അറ്റ് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനിൽ ടച്ച് ചെയ്യുന്നുണ്ട് അറ്റ് എ ഹൈറ്റ് ഓഫ് 45 mm എബോവ് ദ ഹൊറൈസൺ പ്ലെയിൻ. ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, അത് ഗ്രൗണ്ട് പ്ലെയിനിന് പാരലായിട്ട് ഏറ്റവും മുകളിൽ കിടക്കുന്ന പ്ലെയിനാണ് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറയുന്നത്. ആ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ നമ്മൾ ഹൊറൈസൺ പ്ലെയിൻ്റെയും മുകളിലാണ്. അപ്പോൾ ആ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനിൽ ടച്ച് ചെയ്യണ ഈ സ്ക്വയർ എൻഡ് ഫേസ് എന്ന് പറയുന്ന എത്ര ഹൈറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 45 mm എബോവ് ദ ഹൊറൈസൺ പ്ലെയിൻ ആണ്. ഹൊറൈസൺ പ്ലെയിനിൽ നിന്ന് 45 mm എബോവിലാണ് ഇപ്പോൾ എന്ത് കിടക്കുന്നത്, AGP കിടക്കുന്നത്. AGP മീൻസ് നത്തിങ്, ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ കിടക്കുന്നത്. ഓക്കെ, then the vertical edge formed by the two adjacent square faces which are inclined at 45 degree to PP touches the PP. നമ്മളിവിടെ തന്നെ പറഞ്ഞിരുന്നു വൺ ഓഫ് ഇറ്റ്സ് എഡ്ജസ് ഓൺ PP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് PP ടച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വെർട്ടിക്കൽ എഡ്ജ് PP ടച്ച് ചെയ്യുമ്പോൾ ആ വെർട്ടിക്കൽ എഡ്ജിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ടു അഡ്ജസൻറ്റ് സ്ക്വയർ ഫേസസ്. ഓക്കെ, ക്യൂബ് ആയതുകൊണ്ട് തന്നെ ക്യൂബിൻ്റെ ഒരു വെർട്ടിക്കൽ എഡ്ജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഏതർ സൈഡ്സിലായിട്ട് എന്താണ് സ്ക്വയർ ഫേസസ് ഉണ്ട്. ആ സ്ക്വയർ ഫേസസ് എങ്ങനെയാണ്, ഈക്വലി ഇൻക്ലൈൻഡ് ആണ്. ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞിട്ടില്ല, 45 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട്, 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഈക്വലി ഇൻക്ലിനേഷൻ ആണ് വരിക. ഓക്കെ, അപ്പോൾ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു എങ്ങനെയാണ്, പിക്ചർ പ്ലെയിൻ ഇൻക്ലൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ഡ്രോ ദ പെർസ്പെക്റ്റീവ് വ്യൂ ഓഫ് ദി ക്യൂബ് ഇഫ് സ്റ്റേഷൻ പോയിന്റ് SP എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ പോയിന്റ് ആണ്. സ്റ്റേഷൻ പോയിന്റ് 70 mm ഇൻ ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിൻ, PP എന്ന് പറഞ്ഞാൽ പിക്ചർ പ്ലെയിൻ ആണ്, ആൻഡ് ലൈസ് ഇൻ ദ സെൻറ്റർ പ്ലെയിൻ വിച്ച് ഈസ് 30 mm ടു ദ റൈറ്റ് ഓഫ് സെൻറ്റർ ഓഫ് ദി ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഗിവൺ ഡാറ്റയിൽ ക്യൂബിൻ്റെ സൈഡ് 25 ആണെന്ന് തന്നിട്ടുണ്ട്. സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത് 70 mm ഇൻ ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിൻ ആണ്. അപ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുമ്പോൾ പിക്ചർ പ്ലെയിൻ്റെ താഴോട്ടാണ് ഇൻ ഫ്രണ്ട് വരയ്ക്കുക. ദെൻ AGP ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ദ സ്ക്വയർ ആൻഡ് ഫേസ് ടച്ചിങ് അറ്റ് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ അറ്റ് എ ഹൈറ്റ് ഓഫ് 45 mm എബോവ് ദ ഹൊറൈസൺ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഹൊറൈസൺ പ്ലെയിനിൽ നിന്ന് 45 mm മുകളിലാണ്. ഓക്കെ, മുകളിലാണ് വരിക, കാരണം ഹൊറൈസൺ പ്ലെയിൻ്റെ മുകളിലാണ് നമുക്ക് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്നറിയാം. അപ്പോൾ ഇവിടെ 45 mm എബോവ് ദ ഹൊറൈസൺ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 45 mm എബോവ് ഹൊറൈസണിലാണ് എന്ത് AGP വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ പറഞ്ഞിട്ടുള്ളത് സ്റ്റേഷൻ പോയിന്റ് 70 mm ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് സ്റ്റേഷൻ പോയിന്റ് 70 mm ഇൻ ഫ്രണ്ട് ഓഫ് PP താഴോട്ടാണ്. ദെൻ സെൻറ്റർ പ്ലെയിൻ്റെ കേസ്, സെൻറ്റർ പ്ലെയിൻ ലൈ ചെയ്യുന്നത് എവിടെയാണ്, ലൈസ് ഇൻ ദ സെൻറ്റർ പ്ലെയിൻ വിച്ച് ഈസ് 30 mm ടു ദ റൈറ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് ദി ക്യൂബ്. ക്യൂബ് ഉണ്ടെങ്കിൽ ക്യൂബിൻ്റെ സെൻറ്റർ ഉണ്ടെങ്കിൽ ക്യൂബിൻ്റെ സെൻറ്ററിൻ്റെ റൈറ്റിലേക്കായിട്ടാണ് എന്ത് സെൻറ്റർ പ്ലെയിൻ ലൈ ചെയ്യുന്നത്. എത്ര mm, 30 mm ടു റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗിവൺ ഡാറ്റ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കിത് 3 ഡയമെൻഷനിൽ എങ്ങനെയായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കാം. സോ ഇമാജിൻ ഇതാണ് നമ്മളെ എൻ്റെ പിക്ചർ പ്ലെയിൻ ഉണ്ടാവുക. അത് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. See, this is our picture plane. അതിനെ PP എന്ന് കൊടുക്കാം. ഓക്കെ, അത് മതി. ആദ്യം ഒന്ന് ഞാൻ പറയാം. ഇത് നമ്മളെ പിക്ചർ പ്ലെയിൻ ആണ്. ദെൻ ഇത് നമ്മളെ ഗ്രൗണ്ട് പ്ലെയിൻ ആണ്. ഇതെല്ലാവരും അവെയറാണ്.
Okay, then this is our horizon plane and this plane is our auxiliary ground plane. ശരിയല്ലേ? ഇതാണ് എന്ത് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഹൊറൈസൺ പ്ലെയിനും എ ജി പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇത്ര തന്നിട്ടുള്ളത്. ഈ ഡിസ്റ്റൻസ് ആണ് അവരെന്ത് 45 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, 45 mm എന്ന് നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് they have given in the question 45 mm എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനിലാണ് നമ്മൾ ക്യൂബിൻ്റെ ഒരു ടോപ്പ് സ്ക്വയർ എൻഡ് ഫേസ് ടച്ച് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നത്. സോ നമ്മൾക്കതൊന്ന് വരയ്ക്കാം. ആ ക്യൂബ് ഒന്ന് വരയ്ക്കാം. നോക്കുക, ഇതാണല്ലോ എ ജി പി. അപ്പോൾ ഇവിടെ നിന്ന് ഒരു എഡ്ജ്, വെർട്ടിക്കൽ എഡ്ജ് ടച്ചിങ് പി പി എന്നല്ലേ പറയണം. അപ്പോൾ ആ വെർട്ടിക്കൽ എഡ്ജ് ഇങ്ങനെയാണ് വരിക. ഇത്ര ലെങ്ത് ഉണ്ടാവില്ല, 25 mm ഉള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ വരയ്ക്കാം. ഈ ഒരു ഡിസ്റ്റൻസിലായിരിക്കും ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുന്ന ഒന്ന് ഇമാജിൻ ചെയ്യുക. എന്ത് ക്യൂബിൻ്റെ ആ വെർട്ടിക്കൽ എഡ്ജ് പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ വരച്ചത്. ദെൻ ഇവിടെ നിന്ന് ആ 45 ഡിഗ്രിക്ക് അതിൻ്റെ ക്യൂബിൻ്റെ ഫേസസ് പോകുന്നുണ്ട്. സംഭവം ഇങ്ങനെ ഏകദേശം നമുക്കിങ്ങനെ കിട്ടി. അപ്പോൾ ആ ക്യൂബിൻ്റെ ടോപ്പ് സ്ക്വയർ ആൻഡ് ഫേസ് ടച്ചിങ് ദ എ ജി പി കിട്ടി. ദെൻ ബാക്കി നമ്മൾ ഇവിടെ നിന്ന് ക്യൂബ് ഫിനിഷ് ചെയ്യാം. നമുക്കിങ്ങനെ ചെയ്യാം. ഇനി ഇവിടെ അടിയിലൂടെ പോകുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ക്യൂബ് റെസ്റ്റ് ചെയ്യണ പൊസിഷൻ ഇതാണ്. ഓക്കെ, ദെൻ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പിക്ചർ പ്ലെയിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഷൻ പോയിൻ്റ് ഡിസ്റ്റൻസും കാര്യങ്ങളും പിക്ചർ പ്ലെയിനിൽ നിന്ന് 70 mm ഇൻ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ആയിട്ടാണ് എന്ത് സ്റ്റേഷൻ പോയിന്റ് വരിക. അപ്പോൾ ആ ഹൊറൈസൺ പ്ലെയിനിലാണല്ലോ നമുക്ക് സ്റ്റേഷൻ പോയിന്റ് വരിക. അപ്പോൾ അത് 70 mm ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 70 ആണ്. ദെൻ ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്ന് ഡിസ്റ്റൻസ് തന്നിട്ടില്ല. ഗ്രൗണ്ട് പ്ലെയിൻ ഇല്ല. ബട്ട് ഇവിടെ എന്താ ഉള്ളത്? ഇതാണുള്ളത്. ഹൊറൈസൺ പ്ലെയിനിൽ നിന്ന് എ ജി പി വരെയുള്ള ഡിസ്റ്റൻസ് 45 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ക്യൂബിൻ്റെ സെൻറ്ററിൻ്റെ റൈറ്റിലേക്കാണ് എൻ്റെ സെൻറ്റർ പ്ലെയിൻ ഉള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ്. അപ്പോൾ ഇതാണ് ക്യൂബിൻ്റെ സെൻറ്റർ എന്ന് ഇമാജിൻ ചെയ്യുക. ഇപ്പോൾ ഇതാണ് സെൻറ്ററാണ് നിൽക്കുക. സെൻറ്റർ ഇവിടെയാണ് വരിക. ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് വരിക? സെൻറ്റർ പ്ലെയിൻ വരിക. ഈ ഡയറക്ഷനിലാണ് എന്ത് സെൻറ്റർ പ്ലെയിൻ വരിക. ആ ഡിസ്റ്റൻസ് എത്രയാണ്? 30 mm തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെൻറ്റർ പ്ലെയിൻ പാസ് ചെയ്ത് പോകുന്നുണ്ടാവുക ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക. ഈ ഒരു ഡയറക്ഷനിലായിരിക്കും എന്ത് സെൻറ്റർ പ്ലെയിൻ പോകുന്നുണ്ടാവുക. അതിങ്ങനെ പോകുമ്പോൾ ഇവിടെ ഈ സ്റ്റേഷൻ പോയിന്റിൽ ടച്ച് ചെയ്യും. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെയായിരിക്കും നമ്മളെ ഈ സെൻറ്റർ പ്ലെയിൻ. ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് സെൻറ്റർ പ്ലെയിൻ. ഓക്കെ, ദെൻ ആസ് യൂഷ്വൽ ഇവിടെ ഈ സ്റ്റേഷൻ പോയിന്റ് ഇവിടെ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്യൂബിൻ്റെ ബോട്ടം പോർഷൻ മൊത്തം വിസിബിൾ ആയിരിക്കും. അതാണ് ഇമ്പോർട്ടൻറ്റ് വരിക. ദെൻ ഇവിടെ പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്തിരിക്കുന്ന എഡ്ജ് ഓഫ് കോഴ്സ് വിസിബിൾ ആയിരിക്കും. ഇത് വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വിസിബിൾ ഇൻവിസിബിൾ എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. ഇത് വെച്ച് പറയുമ്പോൾ ഒരു ചെറിയ ഐഡിയ കിട്ടും എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾക്ക് പിക്ചർ പ്ലെയിൻ PP ഒരു ലൈൻ വരച്ചു. PP വരച്ചു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾക്ക് വരയ്ക്കേണ്ടത് എന്താണ്? ഇവിടുത്തെ കേസിൽ ഹൊറൈസണിൽ നമ്മൾ സാധാരണ GP ആണ് വരയ്ക്കുക. പക്ഷെ ഇവിടെ GP അല്ല, കാരണം AGP ആണ്. അപ്പോൾ ഈ AGP എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. AGP എന്ന് പറയുന്നത് ഈ ഹൊറൈസൺ പ്ലെയിൻ്റെ മുകളിലാണുള്ളത്. ഓക്കെ, അപ്പോൾ പിക്ചർ പ്ലെയിൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൊറൈസൺ ലൈനാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഹൊറൈസൺ ലൈൻ വരയ്ക്കാം.
ഹൊറൈസൺ ലൈൻ വരയ്ക്കണം. അതിന് മുൻപ് തന്നെ നമ്മൾക്ക് എങ്ങനെയാണ് ഇവിടെ റെസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. റൈറ്റ്, ജസ്റ്റ് ഇപ്പോൾ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, പിക്ചർ പ്ലെയിനിലാണ് ഒരു ക്യൂബിൻ്റെ ഒരു എഡ്ജ് റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പോയിന്റ് ഇട്ടു. ആ റെസ്റ്റിംഗ് എഡ്ജിൽ ഉള്ള കണ്ടെയ്ൻ ചെയ്യണ 2 സ്ക്വയർ ഫേസസ് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ പിക്ചർ പ്ലെയിനിൽ ഒരു കൺവീനിയൻ്റ് ആയിട്ട് ഒരു പോയിന്റ് ഇട്ടു. ആ പോയിന്റിൽ നിന്ന് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും 45 ഡിഗ്രി ലൈൻ വരച്ചു. വരച്ചതിന് ശേഷം ഇവിടെ ആ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യാണ്, ഫിനിഷ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ആ സ്ക്വയർ നമ്മൾ ഫിനിഷ് ചെയ്തു. ഓക്കെ, ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ക്യൂബിൻ്റെ സ്ക്വയർ ആണല്ലോ കാണാം. സ്ക്വയർ ഫിനിഷ് ചെയ്തു. ഫിനിഷ് ചെയ്തതിന് ശേഷം ആ സ്ക്വയറിനെ നമ്മൾ നെയിം ചെയ്തു ABCD എന്ന്. സ്ക്വയറിൻ്റെ ടോപ്പ് ഫേസിന് ABCD എന്നും ബോട്ടം ഫേസിന് EFGH എന്നും കൊടുത്തു. ഓക്കെ, കൊടുത്തതിന് ശേഷം ഇവിടെ ടോപ്പ് വ്യൂ വരച്ചതിന് ശേഷം ഇവിടെ HL വരയ്ക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ HL വരയ്ക്കുമ്പോൾ എടുത്തിരിക്കുന്ന കണ്ടീഷൻ നോക്കുക. നമ്മൾ പ്രീവിയസ് പ്രോബ്ലത്തിലൊക്കെ സ്റ്റേഷൻ പോയിന്റ് വരയ്ക്കണമെങ്കിൽ ഒരു ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. സ്റ്റേഷൻ പോയിന്റ് അല്ല, സോറി, PPയും GPയും വരയ്ക്കണമെങ്കിൽ ഒരു ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേഷൻ പോയിന്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സം എടുത്തിട്ട് അതിൽ ഗ്രേറ്റർ ദാൻ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വരയ്ക്കുമ്പോൾ HL ആണ് ഏറ്റവും ബോട്ടം വരുന്നത്. കാരണം HLൻ്റെ മുകളിലായിട്ടാണ് AGP വരുന്നത്. സോ പിക്ചർ പ്ലെയിനും HLയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ആ ഡിസ്റ്റൻസ് എടുക്കുന്നത് നമുക്ക് സ്റ്റേഷൻ പോയിന്റ് ഡിസ്റ്റൻസ് 70 mm ഇൻ ഫ്രണ്ടും തന്നിട്ടുണ്ട്. ദെൻ AGPയുടെ ഡിസ്റ്റൻസ് ഹൊറൈസൺ പ്ലെയിനിൽ നിന്ന് 45 mm എബോവ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ 70 + 45 എടുക്കണു. അതിൻ്റെ സം എത്രയാണ് നോക്കുക. അതിൽ കൂടുതൽ ഒരു ഡിസ്റ്റൻസിലായിരിക്കണം നമ്മളിവിടെ HL വരയ്ക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ പിക്ചർ പ്ലെയിൻ വരച്ചതിന് ശേഷം HL വരയ്ക്കാനായിട്ട് എടുക്കേണ്ട ഡിസ്റ്റൻസ്, ആ സ്റ്റേഷൻ പോയിന്റിൻ്റെ ഡിസ്റ്റൻസ് 70 തന്നിട്ടുണ്ട്. ദെൻ ഹൊറൈസൺ പ്ലെയിനിൽ നിന്ന് AGPയിലേക്കുള്ള ഡിസ്റ്റൻസ് 45 തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടി കൂട്ടുക, അതിൽ കൂടുതലായിട്ടുള്ളൊരു വാല്യൂ ഡിസ്റ്റൻസിലായിരിക്കണം ഈ HL വരയ്ക്കേണ്ടത്. ഓക്കെ, HL വരച്ചു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് എന്താണ്, അഫ്കോഴ്സ് ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. അപ്പോൾ ആ ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, AGP വേണം. കാരണം AGPയിലാണ് ഈ സോളിഡ് ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ AGP ലൈനിൻ്റെ താഴെയായിട്ടായിരിക്കും ഇത് ഫ്രണ്ട് വ്യൂ കിട്ടുക. ഓക്കെ, സോ AGPയുടെ ഡിസ്റ്റൻസ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടായിരുന്ന എന്താണ്, ഹൊറൈസൺ പ്ലെയിനിൽ നിന്ന് 45 mm എബോവിലാണ് AGP കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ ഹൊറൈസൺ പ്ലെയിനിൻ്റെ ഹൊറൈസൺ ലൈൻ വരച്ചിട്ടിട്ടുണ്ട്, HL വരച്ചിട്ടുണ്ട്. HL നിന്ന് മുകളിലേക്ക് 45 mm ഒരു ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക. ദാറ്റ് ലൈൻ വിൽ ബി അവർ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ. 45 mm ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ലൈൻ വരച്ചു. അതിന് പേര് കൊടുത്തു AGP എന്ന് കൊടുത്തു. ഓക്കെ, ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ഈ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനിൻ്റെ താഴെയാണ് നമുക്ക് ഫ്രണ്ട് വ്യൂ ആയിട്ട് കിട്ടുക. കാരണം ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ ഏറ്റവും ടോപ്പിൽ, അതിൻ്റെ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഈ നമ്മളെ ക്യൂബിൻ്റെ ടോപ്പ് സ്ക്വയർ ഫേസ് ടച്ച് ചെയ്ത് കിടക്കണമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വരയ്ക്കാനായിട്ട് നമ്മൾക്ക് ഇവിടെ ടോപ്പ് വ്യൂ കിട്ടിയിട്ടുണ്ട്. ആ ടോപ്പ് വ്യൂ നിന്നൊക്കെ എന്ത് ചെയ്യണം, താഴോട്ട് പ്രൊജക്റ്റേഴ്സ് വരയ്ക്കുകയാണ്. താഴോട്ട് പ്രൊജക്റ്റേഴ്സ് വരച്ചിട്ട് കഴിഞ്ഞിട്ട് AGPയുടെയും താഴോട്ട് വരച്ചു. ദെൻ നമ്മൾക്ക് ഇവിടെ നോക്കുക, AE എന്ന് പറയുന്ന വെർട്ടിക്കൽ എഡ്ജ് എന്താണ്, ഓൾറെഡി ഇറ്റ്സ് ടച്ചിങ് ഓൺ പിക്ചർ പ്ലെയിൻ ആണ്. സോ അതിൻ്റെ കറക്റ്റ് ഡയമെൻഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ആ ലൈൻ ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണു, 25 mm ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ. ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ട് 25 എടുക്കണു. ഇവിടെ നിന്ന് 25 ഡിസ്റ്റൻസ് എടുക്കുന്നു. 25 മാർക്ക് ചെയ്തു. എന്തുകൊണ്ട് 25 എടുത്തു, ക്യൂബിൻ്റെ സൈസ് 25 ആണ്. ഓക്കെ, ദെൻ നമുക്കിവിടെ ഫ്രണ്ട് വ്യൂ കണക്ട് ചെയ്യാണ്. ഇവിടുന്ന് പ്രൊജക്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതും 25 ഡിസ്റ്റൻസ് ആയിരിക്കും. ഇവിടുന്ന് പ്രൊജക്റ്റേഴ്സ് വരയ്ക്കും. അപ്പോൾ ഇവിടുന്ന് 25 എടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയൊരു ബോക്സ് കിട്ടും. ഈ ഒരു ബോക്സ് ആണ് നമുക്ക് ഈ ക്യൂബിൻ്റെ ആ റെസ്റ്റിംഗ് പൊസിഷനിൽ ക്യൂബ് നിൽക്കുമ്പോൾ അതിനെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ. ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയിംസ് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പോയിന്റർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലോട്ടാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ ചെയ്യുന്നത്. സോ ഈ എൻഡ് നോക്കുമ്പോൾ ഇവിടെ എയും ഇയും ഉണ്ട് അല്ലേ. ഈ AE എന്ന് പറയുന്നത് വിസിബിൾ ആണ് നമുക്ക്. സോ അതിനെ A', E' കൊടുത്തു. അതേപോലെ ഇതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇവിടെ സിയും ജിയും ഉണ്ട്. ആ CG നമുക്ക് വിസിബിൾ അല്ല. അതുകൊണ്ട് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് C വരുന്നത്. സോ എയുടെ കൂടെ ബ്രാക്കറ്റിൽ C' കൊടുത്തു. അതുപോലെ ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് G വരുന്നത്. സോ ഇയുടെ കൂടെ താഴെ ബ്രാക്കറ്റിൽ G' എന്ന് കൊടുത്തു. സിമിലർലി ഇവിടെ
എഫും ബിയും ഉണ്ട്. അതിൽ ബി മുകളിലാണ്. അപ്പോൾ ബി ഇവിടെ കൊടുക്കും, ബി മുകളിൽ കിട്ടും. എഫ് ബിയുടെ താഴെയാണ്, അതിവിടെ താഴെ ആയിരിക്കും വരിക. ഇവിടെ നമ്മൾ ബി ഡാഷും ഇവിടെ എഫ് ഡാഷിന് കൊടുക്കും. സിമിലർലി ഇവിടെ ഡിയും എച്ചും ഉണ്ട്. ഇപ്പോൾ ഡി ഇവിടെയാണ് വരിക, കാരണം ഈ ഒരു ഡയറക്ഷനിലാണ് നോക്കുന്നത്. അപ്പോൾ ഡി കാണും, ആ പോയിൻ്റാണിത്. ഡി ഡാഷ് ഇവിടെ കൊടുക്കും. എച്ച് താഴെയാണ്, ആ എച്ച് ആണ് ഇവിടെ താഴെയുള്ളത്, എച്ച് ഡാഷിന് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ബി ഡാഷ് എഫ് ഡാഷ് ഡി ഡാഷ് എച്ച് ഡാഷിന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും നമുക്ക് ബേസിക്കായി ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് സ്റ്റേഷൻ പോയിന്റ്സ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റേഷൻ പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സെൻറ്റർ പ്ലെയിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെൻറ്റർ പ്ലെയിൻ എങ്ങനെയാണ്? സെൻറ്റർ പ്ലെയിൻ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ക്യൂബിൻ്റെ സെൻറ്ററിൽ നിന്ന് റൈറ്റിലേക്ക് 30 mm ഡിസ്റ്റൻസിലാണ് എന്ത് സെൻറ്റർ പ്ലെയിൻ ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ക്യൂബിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. അതിന് ഇവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കും. ഇപ്പോൾ ഇവിടെ ഡയഗണൽസ് വരച്ചാൽ മതി. വരയ്ക്കുമ്പോൾ സെൻറ്റർ കിട്ടും. ആ സെൻറ്ററിൽ നിന്ന് 30 mm ഡിസ്റ്റൻസിൽ റൈറ്റിലേക്ക് ലൈൻ വരയ്ക്കുക. ഓക്കെ, സെൻറ്റർ കണ്ടുപിടിച്ച് ആ സെൻറ്ററിൽ നിന്ന് 30 mm ഡിസ്റ്റൻസിൽ റൈറ്റിലേക്ക് ലൈൻ വരച്ചു. റൈറ്റിലേക്ക് ലൈൻ വരച്ചിട്ട് അതൊന്ന് മാർക്ക് ചെയ്തിട്ടു. ഈ 30 mm ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടു. അപ്പോൾ ഈ ലൈനിൽ കൂടിയാണ്, ഈ ഒരു ഡിസ്റ്റൻസിലാണ് എന്ത് സെൻറ്റർ പ്ലെയിൻ വരിക. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ സെൻറ്റർ പ്ലെയിൻ ചെയിൻ ലൈനായിട്ട് താഴോട്ട് വരെ വരയ്ക്കുക. ഈ എച്ച് കടന്ന് പോകണം കേട്ടോ. എച്ച് കടന്ന് വരച്ചു. അതിൻ്റെ റീസൺ എന്താണെന്ന് വഴിയെ പറയാം. ഓക്കെ, സോ ദിസ് ഈസ് അവർ സെൻറ്റർ പ്ലെയിൻ. ഇവിടെ നമുക്ക് സെൻറ്റർ പ്ലെയിൻ കിട്ടി. പിന്നെ ഈ സെൻറ്റർ പ്ലെയിനിൽ നമുക്ക് എന്ത് മാർക്ക് ചെയ്യേണ്ടത്? സ്റ്റേഷൻ പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്. അത് എസ് പിയും എസ് പി ഡാഷും മാർക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇതിന് മുൻപ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൽ സ്റ്റേഷൻ പോയിന്റ് ഇപ്പോൾ ഇത്ര mm ഇൻ ഫ്രണ്ട് ഓഫ് പി പി, ഇത്ര mm എബോവ് ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇവിടുത്തെ കേസിൽ 70 mm ഇൻ ഫ്രണ്ട് ഓഫ് പി പി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത്ര mm എബോവ് ഗ്രൗണ്ട് പ്ലെയിൻ ഒന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇത്ര mm ബിലോ എ ജി പി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ തന്നത് വെച്ച് നോക്കിയിട്ട് ഇപ്പോൾ സെൻറ്റർ പ്ലെയിൻ ആണ്. അപ്പോൾ 70 mm ഇൻ ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചർ പ്ലെയിനിൽ നിന്ന് ഈ എലോങ് സെൻട്രൽ പ്ലെയിനിൽ 70 mm ഡിസ്റ്റൻസ് എടുത്തിട്ട് മാർക്ക് ചെയ്തു. 70 mm ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്തു. ഈ പോയിൻ്റാണ് എന്ത്? നമ്മളെ എസ് പി അല്ലേ? അതിനെ എസ് പി എന്ന് കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് എസ് പി ഡാഷ് വേണം. അപ്പോൾ എസ് പി ഡാഷ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നറിയില്ല. നമ്മളിവിടെ ഈ സെൻറ്റർ പ്ലെയിൻ ഉണ്ട്, ആ സെൻറ്റർ പ്ലെയിൻ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം, മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഹൊറൈസൺ പ്ലെയിൻ എന്ന് പറയുന്ന ആ പ്ലെയിനിലാണ് ഓൾവേസ് നമ്മൾ സ്റ്റേഷൻ പോയിന്റ് ലൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഈ എസ് പി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് എവിടെയാണ് കിട്ടുക? എബോവ് ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ആ എസ് പി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ശരിക്കും ഒബ്സർവറിൻ്റെ ഹൈറ്റ് തന്നെയാണ് വരിക അല്ലേ? എബോവ് ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് എസ് പി ഡാഷ് കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും നമ്മൾ എസ് പി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ എസ് പി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റിലൂടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും. ആ ലൈൻ തന്നെയാണ് നമ്മൾ ഹൊറൈസൺ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ 3 ഡയമെൻഷനിൽ കറക്റ്റ് വെച്ച് പറഞ്ഞു തന്നിട്ടുള്ളതാണ് പ്രീവിയസ് ലെക്ചേഴ്സിൽ. ഓക്കെ, സോ ഇവിടെ ഓൾറെഡി നമുക്ക് എച്ച് എൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ സെൻറ്റർ പ്ലെയിൻ ഉണ്ട്. ആ സെൻറ്റർ പ്ലെയിൻ നമ്മൾ ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ ഈ എച്ച് എല്ലിൽ കട്ട് ചെയ്യില്ലേ? ആ കട്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കുമല്ലോ എസ് പി ഡാഷ്. സോ ഈ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ ഈ പോയിന്റ് മാർക്ക് ചെയ്യണം. ആൻഡ് ദിസ് വിൽ ബി അവർ എസ് പി ഡാഷ്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇപ്പോൾ നമുക്ക് എസ് പിയും കിട്ടി, എസ് പി ഡാഷും കിട്ടി. അപ്പോൾ കിട്ടേണ്ട പോയിന്റ്സ് എല്ലാം കിട്ടി. ഇനി ജസ്റ്റ് വരച്ചാൽ മാത്രം മതി. എന്ത് ചെയ്യണു? ഈ എസ് പിയിലോട്ട് നമ്മളിവിടെയുള്ള ടോപ്പ് വ്യൂവിലുള്ള എല്ലാ പോയിന്റ്സിൽ നിന്നാണ് എസ് പിയിലോട്ട് നമ്മൾ വിഷ്വൽ റേസ് വരയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എ ഇ എന്ന് പറയുന്ന എഡ്ജ് എന്താണ്? പി പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. സോ ഈ എ ഇ പി പിയിൽ റെസ്റ്റ് ചെയ്യണമെന്ന് ദാറ്റ് എ ഇ ഇറ്റ് സെൽഫ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനാണ്. ആ എഡ്ജ് എ ഇ എന്ന് പറഞ്ഞ എഡ്ജിൻ്റെ പെർസ്പെക്റ്റീവ് തന്നെ കിട്ടി. കാരണം പിക്ചർ പ്ലെയിനിൽ കിട്ടുന്നതാണോ നമ്മൾ പെർസ്പെക്റ്റീവ് എന്ന് എടുക്കുന്നത്. സോ എ ഇയിൽ നിന്ന് എന്താണ് ഇവിടെ എസ് പിയിലോട്ട് നമുക്ക് റേസ് വരയ്ക്കേണ്ട. റിമൈനിങ് എന്താണ്? എഫും ബിയും സിയും ജിയും ഡിയും എച്ചിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക? വിഷ്വൽ റേസ് വരയ്ക്കുക. ഇപ്പോൾ ഇതാ എഫും ബിയിൽ നിന്ന് വിഷ്വൽ റേസ് വരച്ചു, എസ് പിയിലേക്ക് വരച്ചു. അപ്പോൾ ഈ എഫും ബിയിൽ നിന്ന് വരച്ച റേസ് പിക്ചർ പ്ലെയിനിലൂടെ പി എസ് ചെയ്ത് പോകുന്നുണ്ട്. ആ പോയിന്റിനെ B1 F1 കൊടുത്തു. അടുത്ത സ്റ്റെപ്പ് സിയും ജിയിൽ നിന്നും എസ് പിയിലേക്ക് റേസ് വരച്ചു. അപ്പോൾ ആ റേസ് എന്താണ്? പിക്ചർ പ്ലെയിനിലൂടെ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റിനെ C1 G1 കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ സിമിലർലി ഡിയും എച്ചും ഉണ്ട്. ഡിയും എച്ചിൽ നിന്ന് എസ് പിയിലിട്ടു ലൈൻ വരച്ചു. അത് പിക്ചർ പ്ലെയിനിലൂടെ പി എസ് ചെയ്ത് പോകുന്നുണ്ട്. അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് D1 H1 കൊടുത്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇവിടെ. ഓക്കെ, എസ് പിയിലേക്ക് എല്ലാ പോയിൻറ്റ്സുമായി. അപ്പോൾ ആ പി എസ് സി പോയിൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ടു. സിമിലർലി നമുക്കിവിടെ ഫ്രണ്ട് വ്യൂ ഉണ്ട്. ഫ്രണ്ട് വ്യൂവിൽ നിന്ന് എസ് പി ഡാഷിലേക്ക് റേസ് വരയ്ക്കണം. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നോക്കുക, എച്ച് ഡാഷിൽ നിന്ന് എസ് പി ഡാഷിലേക്ക് ലൈൻ വരച്ചു. സിമിലർലി ഡി ഡാഷിൽ നിന്നും എസ് പി ഡാഷിലേക്ക് ലൈൻ വരച്ചു. അടുത്തത് എഫ് ഡാഷിൽ നിന്നും എസ് പി ഡാഷിലേക്ക് ലൈൻ വരച്ചു.
ദെൻ ബി ഡാഷിൽ നിന്നും എസ് പി ഡാഷിലേക്ക് ലൈൻ വരച്ചു. അതേപോലെ ഇവിടെ നോക്കുക, എ ഡാഷ് ഇ ഡാഷിന് റേസ് വേണ്ട, അത് ഓൾറെഡി പെർസ്പെക്റ്റീവ് ആണ്. അതേപോലെ സി ഡാഷിൽ നിന്നും എസ് പി ഡാഷിലേക്ക്, ജി ഡാഷിൽ നിന്ന് എസ് പി ഡാഷിലേക്ക് ലൈൻസ് വരയ്ക്കണം. ഓക്കെ, ഇതിലിപ്പോൾ ഞാനിവിടെ വരച്ചിടാൻ വിട്ടുപോയിട്ടുണ്ട്, അത് അടുത്ത കമ്മിങ് സ്റ്റെപ്പിൽ വരയ്ക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ ഈ വരച്ച റേസിലേക്ക് ഒന്ന് പോയിന്റ്സ് മാർക്ക് ചെയ്ത് പോവാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താണ്, ഇവിടെ B1 F1 ഉണ്ട് പിയേഴ്സിംഗ് പോയിന്റ്. അപ്പോൾ അവിടെ നിന്നൊരു വെർട്ടിക്കൽ പ്രൊജക്ടർ താഴോട്ട് വരയ്ക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, B1 Fൽ നിന്നാണ് വെർട്ടിക്കൽ പ്രൊജക്ടർ താഴോട്ട് വരയ്ക്കുന്നത്. ആ പ്രൊജക്ടർ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് B ഡാഷ് F ഡാഷിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, മാർക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇവിടെ B1 F1 വരയ്ക്കണം. അതിന് മുൻപായിട്ട് ഇവിടെ AE എന്ന് പറഞ്ഞ എഡ്ജ് ഓൾറെഡി പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്ത് കിടക്കുന്നുണ്ടല്ലോ അല്ലേ, അത് തന്നെയാണ് നമ്മുടെ പെർസ്പെക്റ്റീവ്. അതിന് എന്ത് ചെയ്തു, നെയിം ചെയ്തു, ക്യാപിറ്റൽ ലെറ്റർ എയും ഇയും ഇട്ടൊന്ന് കൊടുത്തു. ഓക്കെ, ദെൻ അടുത്തത് ഞാൻ പറഞ്ഞത് എന്താണ്, B1 Fൽ നിന്ന് ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ താഴോട്ട് വരച്ചു. അപ്പോൾ ആ വെർട്ടിക്കൽ പ്രൊജക്ടർ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള B ഡാഷ് F ഡാഷിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തു. B ഡാഷ് F ഡാഷിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റ് ഒന്ന് ഇട്ടു. ആ പോയിന്റ് ഇട്ടിട്ട് അതിൻ്റെ പേരും അങ്ങോട്ട് കൊടുത്തു. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ B, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ F എന്ന് കൊടുത്തു. സിമിലർലി അടുത്ത സ്റ്റെപ്പ് നമ്മൾ സിയും ജിയിൽ നിന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ സിയും ജിയിൽ നിന്ന് ചെയ്യണം. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ ആ സിയും ജിയിൽ നിന്ന് എസ് പി ഡാഷിലേക്ക് റേസ് വരച്ചിട്ടുണ്ടായിരുന്നില്ല. സോ എന്ത് ചെയ്തു, ആദ്യം ഒന്ന് സി ഡാഷിൽ നിന്ന് എസ് പി ഡാഷിലേക്ക് വരച്ചു. ജി ഡാഷിൽ നിന്ന് എസ് പി ഡാഷിലേക്ക് വരച്ചിട്ടിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഈ C1 G1 നിന്ന് താഴോട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്. C1 G1 നിന്ന് താഴോട്ട് ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ വരയ്ക്കുമ്പോൾ ഇവിടെ സി ഡാഷിൽ നിന്ന് എസ് പി ഡാഷിലേക്ക് പോയ ലൈനും ഈ ജി ഡാഷിൽ നിന്ന് എസ് പി ഡാഷിലേക്ക് പോയ ലൈനിൽ കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു പോയിന്റ് അവിടെ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുന്നു. അവിടെ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് കറസ്പോണ്ടിങ് സി ഡാഷിൽ നിന്ന് പോയത് എസ് പി ഡാഷിലേക്ക് പോയതിന് ക്യാപിറ്റൽ ലെറ്റർ സി എന്നും ജി ഡാഷിൽ നിന്ന് എസ് പി ഡാഷിലേക്ക് പോയതിന് ക്യാപിറ്റൽ ലെറ്റർ ജി എന്നും കൊടുക്കണം. അടുത്ത സ്റ്റെപ്പ് നമുക്ക് D1 H1 ആണ്. D1 H1 നിന്ന് വെർട്ടിക്കൽ പ്രൊജക്ടർ താഴോട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ താഴെയുള്ള D ഡാഷ് എസ് പി ഡാഷ് അതേപോലെ H ഡാഷ് എസ് പി ഡാഷിലേക്ക് പോയ റേസിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു പോയിന്റ് അതിനെ പോയിന്റ് മാർക്ക് ചെയ്യണം. പോയിന്റ് മാർക്ക് ചെയ്തു, ക്യാപിറ്റൽ ലെറ്റർ D എന്നും ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്തു, ക്യാപിറ്റൽ ലെറ്റർ H എന്നും കൊടുത്തു. ഓക്കെ, അപ്പോൾ A B C Dയും E F G Hഉം, അപ്പോൾ ക്യൂബിൻ്റെ ടോപ്പ് ഫേസസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയെന്ന് പറയാം. ഓക്കെ, ഇനി എന്താണ്, നമ്മൾ ഈ ABCD കണക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഒന്ന് ഈ പ്രൊജക്ടേഴ്സിലൊന്ന് ആരോ മാർക്ക് താഴേക്ക് ഇട്ടിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് വരച്ച പ്രൊജക്ടർ താഴോട്ടാണ്, താഴെ ഡയറക്ഷനിലാണ് പോയതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ അടുത്തത് ഇവിടെ എയും ബിയും കണക്ട് ചെയ്തു, അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. ദെൻ ബിയും സിയും കണക്ട് ചെയ്തു. അടുത്തത് സിമിലർലി സിയും ഡിയും കണക്ട് ചെയ്യണം. അടുത്തത് അതേപോലെ ഡിയും എയും കണക്ട് ചെയ്തു. അപ്പോൾ ഇത് ടോപ്പ് ഫേസായി. ഇനി അതേപോലെ ബോട്ടത്തിൽ ഇയും എഫും കണക്ട് ചെയ്തു. എഫും ജിയും കണക്ട് ചെയ്തു. ദെൻ ജിയും എച്ചുമാണ്. ജിയും എച്ചും കണക്ട് ചെയ്തു. നെക്സ്റ്റ് എച്ചും എഫും കണക്ട് ചെയ്യണം. എച്ചും ഇയും കണക്ട് ചെയ്യണം. ഓക്കെ, ടോപ്പ് ഫേസസ് ആയി. ഇനി എന്താ, വെർട്ടിക്കൽ എഡ്ജസ് ആണ്. അപ്പോൾ ആകെ ഒരു വെർട്ടിക്കൽ എഡ്ജ് ഇവിടെ കണക്ട് ആയി കിടക്കുന്നത് ഏതാണ്, AE, അത് പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്. അതുപോലെ എഫും ബിയും കണക്ട് ചെയ്യണു, സിയും ജിയും കണക്ട് ചെയ്യണു, ഡിയും എച്ചും കണക്ട് ചെയ്യണു. ഓക്കെ, എഫും ബിയും കണക്ട് ചെയ്തു, സിയും ജിയും കണക്ട് ചെയ്തു. നോക്കുക, ഡിയും എച്ചും കണക്ട് ചെയ്തു. ഓക്കെ, ഇതിപ്പോൾ ഒന്ന് ഇൻവിസിബിൾ ഏതും കാണിച്ചിട്ടില്ല, എല്ലാം വിസിബിളായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഇൻവിസിബിൾ ഏതാണെന്ന് കാണിക്കണം. ഓക്കെ, ഇൻവിസിബിൾ കാണിക്കുമ്പോൾ ഇതിൽ എപ്പോഴും എല്ലാവരും തെറ്റിക്കാറുണ്ട്. ഈ ഒരു ഫേസ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ട് താഴെയുള്ളത് ഇൻവിസിബിൾ ആക്കിയിടും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കാരണം AE എന്ന് പറഞ്ഞ എഡ്ജ് ഇവിടെ നോക്കുക, ഈ AE എന്ന് പറഞ്ഞ എഡ്ജ് പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. സോ ഈ AE എന്ന് പറഞ്ഞ എഡ്ജ് എന്താണ്, നമ്മൾക്ക് വിസിബിൾ ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സ്റ്റേഷൻ പോയിന്റ് ഈ താഴെ കിടക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്നുള്ളൊരു വിഷനാണ് കിട്ടുന്നത്. ഇവിടെ നിന്നുള്ള വിഷൻ കിട്ടുമ്പോൾ നമുക്ക് ഈ
എഫ് ജി എച്ച് ഇ എന്ന് പറഞ്ഞാൽ ഈ ബോട്ടം ഫേസ് മൊത്തം വിസിബിൾ ആയിരിക്കും. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഇ എ എന്ന് പറഞ്ഞ എഡ്ജ് വിസിബിൾ ആണ്. ദെൻ എ ബി എന്ന് പറഞ്ഞ എഡ്ജ് വിസിബിൾ ആയിരിക്കും. ബി എഫ് എന്ന് പറഞ്ഞ എഡ്ജ് വിസിബിൾ ആയിരിക്കും. ഡി എച്ച് എന്ന് പറഞ്ഞ എഡ്ജ് വിസിബിൾ ആയിരിക്കും. ഡി എ എന്ന് പറഞ്ഞ എഡ്ജ് വിസിബിൾ ആയിരിക്കും. ഇൻവിസിബിൾ ആയിട്ടുണ്ടാവുക ഈ ബി സി എന്ന് പറഞ്ഞ എഡ്ജിന് നമുക്കൊരു വിഷനും കിട്ടില്ല. സി ഡി എന്ന് പറഞ്ഞ എഡ്ജിന് നമുക്കൊരു വിഷൻ കിട്ടില്ല. സി ജി എന്ന് പറഞ്ഞ എഡ്ജിന് നമുക്കൊരു വിഷൻ കിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഡയറക്ഷനിലാണ് വീവ് ചെയ്യണത്. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിൽ വീവ് ചെയ്യുമ്പോൾ ഈ ബോട്ടം ഫേസ് നമുക്ക് മൊത്തം കിട്ടും. ഈ എഡ്ജ് കിട്ടും, ഈ എഡ്ജ് കിട്ടും, ഈ എഡ്ജ് കിട്ടും, ഇതിനും വിഷൻ കിട്ടും. ബട്ട് അകത്തുള്ള 3 എഡ്ജസിനെ നമുക്ക് വിസിബിൾ ലൈൻസ് കിട്ടില്ല. ഓക്കെ, സോ അതാണ് കാണിച്ചിട്ടുള്ളത്. ഇതായിരിക്കും എന്ത് ഇൻവിസിബിൾ ആയിട്ട് ഉണ്ടാവുക. ഇതൊന്ന് കറക്റ്റായിട്ട്, ഇതിപ്പോൾ ഞാൻ ആ ബി സിയുടെ കൂടെ അടുത്ത് തന്നെ ഇങ്ങനെ ഡോട്ടഡ് ഇട്ട് പോയതാണ്. അതൊന്ന് മാച്ച് കറക്റ്റായിട്ട് വിസിബിൾ ഇൻവിസിബിൾ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ കഴിയും. ഓക്കെ, ഇത് നോക്കുക, ഇവിടെ നിന്നാണ് നോക്കുന്നത്. ഇപ്പോൾ എ ഇ എന്ന് പറഞ്ഞ എഡ്ജ് അത് പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്യുന്ന എഡ്ജാണ്. അപ്പോൾ അതാണ് ഏറ്റവും ഫ്രണ്ടിൽ കിടക്കുന്നത്. ഓക്കെ, ഈ എഡ്ജാണ് ഏറ്റവും ഫ്രണ്ടിൽ കിടക്കുന്നത്, ശരിയല്ലേ? ഇവിടെ കിടക്കുന്ന എഡ്ജാണിത്, ഇതിൻ്റെ പുറകിലാണ് ഇതൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതിനൊക്കെ വിഷൻ കുറവായിരിക്കും. അപ്പോൾ ഇതാണ് എന്ത് കറക്റ്റ് വിഷൻ കിട്ടുക. ഓക്കെ, കറക്റ്റായിട്ട് നമുക്ക് വിസിബിളായിട്ട് കിട്ടുന്നത്. ദെൻ അതിൽ നിന്ന് പോണ ഇത് താഴ്ന്ന് നോക്കുന്നത് കൊണ്ട് ഈ ബോട്ടം ഫേസ് മൊത്തം നമുക്ക് കാണാൻ കഴിയും. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഡ്ജസും ഇൻവിസിബിളായിട്ട് ഇവിടെ ബി സിയും സി ഡിയും സി ജിയും ആണ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ കോൺസെപ്റ്റും സൊല്യൂഷനും. ഇത്രയേ ഉള്ളൂ, ഇനിയൊന്നുമില്ല. ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് എന്താണ് ഈ എച്ച് എല്ലിൻ്റെ താഴെയായിട്ട് ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ എം എന്ന് എഴുതുന്നു. എന്തെങ്കിലും ഡയമെൻഷൻസ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ നോക്കുക. ഇവിടെ ക്യൂബിൻ്റെ ഡയമെൻഷൻ 25, സൈഡ് 25 എന്ന് കാണിച്ചിട്ടില്ല. അപ്പോൾ അത് ആ ഡയമെൻഷൻ ലൈൻ വരച്ചിട്ട് അത് കാണിക്കുക. അത്രയേ ഉള്ളൂ. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഈ ഒരു കൺഫ്യൂഷനാണ്. എ ജി പി ആണ് മുകളിൽ വരിക, എച്ച് എല്ലാണ് താഴെ വരിക. ഇതിന് മുൻപ് ചെയ്ത ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ എച്ച് എൽ ആയിരുന്നു സെൻറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ ജി പി താഴെ വന്നു. ഇവിടെ ജി പി അല്ല, ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ ആണ്. അതുകൊണ്ട് എച്ച് എൽ ഏറ്റവും താഴെ വന്നു. ഇൻ ബിറ്റ്വീനിലാണ് എന്ത് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ വരുന്നത്. ദെൻ അതിനനുസരിച്ച് ഈ വിഷൻ്റെ എന്താണ് വിസിബിൾ ലൈനും ഇൻവിസിബിൾ ലൈനും അത് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.